ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സർ, എൻ്റെ പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്താണ്? അത് ചിലപ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റിയത് ചോദിക്കാറുണ്ട്, ഭർത്താവിന് കൊടുക്കാൻ പറ്റിയത് ചോദിക്കാറുണ്ട്, വിളിക്കുന്ന ആളിനെ ബേസ് ചെയ്തിരിക്കും. അത് എന്താണെങ്കിലും പലരും പ്രതീക്ഷിക്കുന്നത് ഒരു മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു വസ്തുവായിരിക്കും ഞാൻ ആൻസറായിട്ട് പറയുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. അതിനേക്കാളൊക്കെ ഉപരി അവർക്ക് സന്തോഷം നൽകുന്ന ഗിഫ്റ്റുകളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഏകദേശം 10 വർഷത്തോളമായി ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് കോച്ചിങ് ചെയ്യുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളിലൂടെയോ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഒന്നാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, പലപ്പോഴും അവർ പല കാര്യങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടായിരിക്കും. എന്തുമായിക്കോട്ടെ. ചിലപ്പോൾ അതിന് ചോദിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നോ ആയിരിക്കും പറയുന്നുണ്ടാവുക. ആ നോ പറയുന്ന കാര്യത്തിന് നിങ്ങളൊന്ന് യെസ് പറഞ്ഞു നോക്കുക. അതവർക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിരിക്കും. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ചിലപ്പോൾ നിങ്ങളോടൊരു ഡ്രസ്സ് എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നതാവാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴായിട്ട് നോ ഇപ്പം വേണ്ട, പിന്നെ എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരട്ടെ, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേറൊരു സിറ്റുവേഷൻ ഉണ്ടാവും. നോ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം അങ്ങനെ പറയുന്ന ഒരു കാര്യത്തോട് നമ്മൾ പെട്ടെന്ന് യെസ് പറയുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ പറയുന്ന കാര്യം ഇതായിരിക്കും: എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകണം, നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, വെക്കേഷൻ ആവട്ടെ എന്നിട്ട് പോവാം എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് പെട്ടെന്ന് തന്നെ നമ്മൾ ഓക്കെ നമുക്ക് പോവാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതൊരു തരം ഗിഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ, ഒരു യാത്ര പോയാലോ കുട്ടികളെ കൊണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും നോ പറയുന്ന ആളുകൾ പെട്ടെന്ന് യെസ് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ കാര്യം മനസ്സിലായി കാണും. നമ്മൾ പലപ്പോഴായിട്ട് നോ പറയുന്ന കാര്യങ്ങളുണ്ടായിരിക്കും അവരാവശ്യപ്പെടുന്ന. അത്തരം കാര്യങ്ങളോട് യെസ് പറയുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഗിഫ്റ്റ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, പലപ്പോഴും റിലേഷൻഷിപ്പിൽ ഭാര്യയായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ പറയാറുണ്ട്. നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എടുത്തെടുത്ത് പറയും, അല്ലേ? അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു ശീലമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലൈനിങ് ചെയ്യുന്ന ആ സ്വഭാവം, ആ ശീലം മാറ്റി വെക്കുക. തീരെ കംപ്ലൈനിങ് ചെയ്യാതെ ഒരു 1 മന്തോ അല്ലെങ്കിൽ ഒരു 1 വീക്കൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി തന്നെ ചിന്തിക്കും, ഇയാളെന്താ മറ്റേത് ഇടക്കും തലക്കൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നതാണല്ലോ, ഇപ്പം എന്താ കുറ്റപ്പെടുത്താത്തത്, എന്താ പരാതി പറയാത്തത്? അല്ലെങ്കിൽ ഭാര്യയാണ് അങ്ങനെ പറയുന്നെങ്കിൽ, ഇവളെന്താ ഇവളുടെ സ്വഭാവമൊക്കെ ആകെ മാറിയിട്ടുണ്ടല്ലോ, എന്താ ഇപ്പോൾ പരാതികളൊന്നും പറയുന്നില്ലല്ലോ, അങ്ങനെ ചിന്തിക്കും. ഞാൻ പറയട്ടെ, അങ്ങനെ ലൈഫിൽ എല്ലാവരും പറയുന്നുണ്ട് എന്നല്ല പറയുന്നത്. നമ്മൾ അറിയാതെയാണെങ്കിലും പറയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് കോൺഷ്യസ് ആയിക്കൊണ്ട് ഒരു 1 മന്തിന്, ഒരു മാസത്തേക്ക് കംപ്ലൈനിങ് ചെയ്യാത്തൊരവസ്ഥയിലോട്ട് പോകുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു റിലാക്സേഷൻ ആയിരിക്കും. നിങ്ങൾ തന്നെ മാറിപ്പോയി എന്നുള്ളൊരു തോന്നലായിരിക്കും. മാത്രമല്ല, ഇത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. ഇപ്പോൾ നോ കംപ്ലൈനിങ് മോഡ് എന്ന് പറയുന്ന ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഗിഫ്റ്റ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അങ്ങോട്ട് ബ്ലെയിമിങ് ചെയ്യാറാണ്. അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൂടി നിങ്ങൾ അങ്ങോട്ട് സോറി പറയുക. അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സോറി പറയുക, മാപ്പ് പറയുക. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നേടുന്ന സമയത്ത് എന്തോ ആയിക്കോട്ടെ, അവരുടെ ഫാമിലിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കൊളീഗ്സിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടൊക്കെ
നിങ്ങൾ അവർക്ക് അപ്രീസിയേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ അത്രത്തോളം ആ ഒരു ഫീൽ കിട്ടിയെന്ന് വരില്ല. അതിന് പകരം മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരെ അംഗീകരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. സോ ഈ ഗിഫ്റ്റും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങൾ രണ്ടുപേർക്കും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ 4 കാര്യങ്ങൾ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി മനോഹരമാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ, വിവാഹം കഴിഞ്ഞ ആളുകൾക്കും അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അവരുടെ ലൈഫ് മനോഹരമാകട്ടെ, കൂടെ നമ്മുടെ ജീവിതവും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പേഴ്സണൽ കോച്ചിങ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.